കാലാവസ്ഥാ വ്യതിയാനം കാപ്പി കർഷകർക്കും ദുരിതം. മഴ കുറഞ്ഞതോടെ കാപ്പിക്കുരു കൊഴിഞ്ഞു നശിക്കുന്നതാണ് കർഷകരെ ദുരിതത്തിലാക്കുന്നത്. ഏലം കർഷകർക്ക് പിന്നാലെ കാപ്പി കർഷകർക്കും കാലാവസ്ഥ വില്ലനായി. കഴിഞ്ഞ സീസണിലും കാപ്പി കർഷകർക്ക് കഷ്ടകാലമായി. കഴിഞ്ഞ സീസണിൽ കാപ്പിക്കുരുവിന് ഉൽപാദനം കുറഞ്ഞതായിരുന്നു തിരിച്ചടിയായത്. അതിനാൽ വലിയ നഷ്ടമാണ് കർഷകർക്കുണ്ടായത്. എന്നാൽ ഈ വർഷം കാപ്പി പൂക്കുന്ന സമയത്ത് കാലാവസ്ഥ അനുകൂലമായതിനാൽ പൂവിരിഞ്ഞ് നിറയെ കായായി മാറി. ഇതോടെ കഴിഞ്ഞ വർഷത്തെ നഷ്ടം നികത്താൻ കഴിയുമെന്ന ആശ്വാസത്തിലായിരുന്നു ചെറുകിട കാപ്പി കർഷകർ. എന്നാൽ കാലവർഷം തുടങ്ങിയപ്പോൾ മുതൽ ന്യായമഴ ലഭിച്ചില്ല. മാത്രമല്ല മഴ ഇപ്പോൾ കുറയുകയും ചെയ്തു. ഇതോടെ കാപ്പിക്കുരു പൊഴിഞ്ഞു നശിക്കാനും തുടങ്ങി. നിറയെ കാപ്പിക്കുരു ഉണ്ടായിരുന്ന കാപ്പിച്ചെടികളിൽ ഇപ്പോൾ പകുതിയിലധികം കൊഴിഞ്ഞു നശിച്ചു. പറഞ്ഞ സാധാരണ റോബസ്റ്റ പോലെ പഴുക്കുന്നതാണ്. ഇത് വിളവ് കൂടുതൽ കിട്ടുന്നൊരു ഇനമാണ്. നമ്മൾ 99% ഷെയ്ഡിൻ്റെ അകത്തും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിളവെടുക്കാൻ പറ്റുന്നൊരു നല്ല ഇനം കാപ്പിയായിരുന്നു. ഈ വർഷം ഈ ചെടിക്ക് ശരാശരി ഒരു ചെടിയിൽ ഒരു 10 കിലോ കാപ്പിക്കൊരു കിട്ടേണ്ടതായിരുന്നു. നിറയെ കായുണ്ടായിരുന്നു. മഴയുടെ കുറവ് വന്നു, വീണ്ടും എല്ലാം പൊഴിഞ്ഞ് നിലത്തോട്ട് വീണിരിക്കുക. അല്ലെങ്കിൽ ഒരു ചെടിയെ നമുക്കൊരു 10 കിലോ കാപ്പിക്കുരുവെങ്കിലും കിട്ടേണ്ട വിളവുണ്ടായിരുന്നു. എല്ലാം വേണ്ടി കാലാവസ്ഥയാണ് മുഴുവൻ ബാധിച്ചത്. ഇത് കാപ്പിക്കുരുവിന് ന്യായവില ഉണ്ടെങ്കിലും കാപ്പിക്കുരു കൊഴിഞ്ഞു നശിക്കുന്നത് കർഷകരെ തളർത്തുകയാണ്. ഒരു വർഷം കാത്തിരുന്നാണ് കാപ്പിക്കുരു വിളവെടുക്കുന്നത്. ഇതിനായി കർഷകർ ചിലവഴിക്കുന്നത് ലക്ഷങ്ങളാണ്. നിലവിൽ മികച്ച ഇനത്തിലുള്ള കാപ്പിച്ചെടികളാണ് നട്ടു പരിപാലിച്ചു പോരുന്നത്. അതിനാൽ നിറയെ കായകൾ ഉണ്ടാവും. മഴക്കുറവിൽ ദിനം പ്രതി കാപ്പിക്കുരു കൊഴിഞ്ഞു നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മഴ മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ബാക്കി കുരു കൂടി നഷ്ടമാകും. അതിനാൽ വരുന്ന സീസണും കർഷകർക്ക് കഷ്ടകാലമായി മാറും. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.